ഇന്നായില്ലായി വൈനായില്ലായി രാജീവൻ. നമ്മളെല്ലാവരും ഒന്നടക്കം കണ്ണീരായെത്തി. ഇന്നലെ പാലക്കാട് നിന്ന് കരിമ്പ എന്ന സ്ഥലത്ത് നിന്ന് വന്ന ന്യൂസിലെ ഒന്നിച്ച് നടന്ന്, ഒന്നിച്ച് കളിച്ച്, ഒന്നിച്ച് ജീവിച്ച്, ഒന്നിച്ച് പഠിച്ച് ലാസ്റ്റ് അവസാനമായിട്ട് അവരൊരുമിച്ച് ഉറങ്ങാൻ പോയി. ഒരു ഭയങ്കര സങ്കടപ്പെട്ട ന്യൂസാണ് ഇന്നലെ വൈകുന്നേരം തൊട്ട് കേൾക്കുന്നത് കേട്ടോ. പല ന്യൂസും പല വീഡിയോസും പല കാര്യങ്ങളുമായിട്ട് എങ്ങനെ നമ്മൾ സഹിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് ഇന്നലെ വന്നത്. കാരണം ഒരു തെറ്റും ചെയ്യാതെ സ്കൂളിൽ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എക്സാമിന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്താന്നുള്ള പ്രതീക്ഷ അവരെ കാത്തു നിൽക്കണം മാതാപിതാക്കൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളുടെ ഇന്നലത്തെ ആക്സിഡൻറ്റിൽ മരണപ്പെട്ട സംഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം രാവിലെ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലേ. കാരണം രാവിലെ എക്സാമിന് ഇറങ്ങി വൈകിട്ട് എക്സാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനുള്ളൊരു ഉത്കണ്ഠ, രക്ഷിതാക്കളടുത്ത് എത്താനല്ലേ. രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലോ തൻ്റെ മക്കളെ കാത്തു നിൽക്കുന്ന സമയം, വീട്ടിലെത്താത്ത സമയം. ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അപകടം വരാതിരിക്കട്ടെ. ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ചായിട്ട് വെറും ആക്സിഡൻറ്റും കാര്യങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഡ്രൈവർമാർ അശ്രദ്ധ കൊണ്ടാണോ അതോ അമിത വേഗം കൊണ്ടാണോ എന്താ സംഭവിക്കുക അറിയണില്ല. കാരണം ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങളാണ് ഇന്നലെ നമുക്ക് 4 ജീവനാണ് ഇന്നലെ നഷ്ടപ്പെട്ടത്. ആ ലോറി വന്ന വരവും കാര്യങ്ങളൊക്കെ അവർ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പഠിച്ചവൻ്റെ ഒരു വിധി അത്രേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഏതായാലും കബറിടം വിശാലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൊന്നു മക്കൾക്ക് പുറത്ത് കബറിടം വിശാലാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ക്ഷമിക്കാനുള്ള ശക്തി ആ വീട്ടുകാർക്കും ആ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പഠിച്ചവൻ കൊടുക്കട്ടെ. അത്രയേ ഉള്ളൂ പറയാൻ പറ്റുക. അല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. പഠിച്ചവൻ തരുന്ന വിധി. ഒന്നും അറിയാതെ നടന്നു പോണ മക്കളെ മേലേക്ക് പാഞ്ഞ് കയറുക എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതും ഫുൾ ലോഡുള്ള വണ്ടി. ഏതായാലും സ്കൂളും കാര്യങ്ങളൊക്കെ വിട്ട് വരുന്ന എല്ലാവരെയും മക്കളെയും നമ്മുടെ മക്കളെയും എല്ലാവരും മക്കളെയും സ്കൂളിൽ നിന്നല്ല എല്ലാ അപകടത്തെ തൊട്ടും പഠിച്ചോൻ കാക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അവരെ രാവിലെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥയാണ്. 4 വീട്ടുകാലത്തെ ഒരു ചെറിയൊരു വീഡിയോസാണ്. ഒന്ന് കണ്ടു നോക്കി. കണ്ണീരലിയിപ്പിക്കുന്ന കുറച്ച് വീഡിയോസാണ് രാവിലെ. കാരണം രാവിലെ 6:30 തന്നെ അവരെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. 10 മണി കൂടെ മയ്യത്ത് എടുക്കുമെന്നാണ് പറയുന്നത് കേട്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ന്യൂസ് റിപ്പോർട്ടത്തെ വീഡിയോസാണ്. ഒന്ന് കണ്ടു നോക്കി. അവരെ നമ്മൾ തന്നെ ആകെ ഇല്ലാതായി പോവുകയാണ് ഈ ഒരു വീഡിയോസ്. ദിവസം പരീക്ഷ കഴിഞ്ഞ സ്കൂളിൽ നിന്നും മടങ്ങുകയായിരുന്ന 4 വിദ്യാർത്ഥിനികളെയാണ് ഇപ്പോൾ ആയിഷയുടെ വീട്ടിലേക്ക് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അർജുൻ, കൂടുതൽ വിവരങ്ങൾ. ശിശിര, ഇപ്പോൾ ഈ കുപ്പനാട് മേഖലയിൽ ഈ ആയിഷയുടെ വീട്ടിന് മുമ്പിലേക്ക് ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. ആംബുലൻസിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. നാട്ടുകാർ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്കൊക്കെ എത്തിയിരുന്നു. ഈ മേഖലയിലേക്ക് കുപ്പനാട് ഈ മേഖലയിലേക്ക് ആംബുലൻസുകൾ 4 ആംബുലൻസുകളും ഒന്നിനു പിറകെ ഒന്നായി പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വന്നത്. ഇതിലേറ്റവും ആദ്യത്തെ വീടാണ് ആയിഷ എസിൻ്റേത്. ആയിഷ എസിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് ഇന്ന് ദുഃഖവെള്ളിയാണ്. പാലക്കാട് കരിമ്പ വാഹനാപകടത്തിൽ 4 കുഞ്ഞു പെൺമക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രിയോടെ പൂർത്തിയാക്കി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആ 4 പേരുടെയും ഉറ്റ സുഹൃത്തുക്കളുടെ ജീവനറ്റ ശരീരങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നാണ് 4 പേരുടെയും കബറടക്കം നടക്കുക. വീട്ടിൽ 2 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനം ഒരുക്കും. 8:30 കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം നടക്കുക. തുടർന്ന് 10 മണിയോടെ തുപ്പനാട് ജുമാ മസ്ജിദിലാണ് കബറടക്കം നടക്കുക. മണ്ണാർക്കാട്ട് നിന്ന് പാലക്കാട്ടേക്ക് സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് ഈ 4 കുഞ്ഞു പെൺമക്കൾക്കും ജീവൻ നഷ്ടപ്പെട്ടത്. സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള അപകടമുണ്ടാകുന്നത്. കരിമ്പന ഗ്രാമം ഒന്നാകെ കാത്തിരിക്കുകയാണ് കണ്ണീരോടെ ആ 4 പേരുടെയും ജീവനറ്റ ദേഹങ്ങൾ. ഇന്നലെ വരെ കളിച്ച് ചിരിച്ച് ആ കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ ഇന്ന് അവർ ഒന്നിച്ച് മണ്ണിലേക്ക് മടങ്ങുകയാണ്. അപ്പം എനിക്കിതായി പറയാനുള്ളൂ വണ്ടി ഡ്രൈവർമാരോടും എല്ലാവരോടും ശ്രദ്ധിക്കുക. ഒന്നും അറിയാത്ത പിഞ്ചു മക്കളാണ്. ഇന്നലെ
പൊലിഞ്ഞു പോയത്. ഇനി ഇങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ. കുറേ ദിവസമായിട്ട് വെറും ആക്സിഡൻറ്റ്, KSRTC ആണെന്നുണ്ടെങ്കിലും വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു വിധി വരാതിരിക്കട്ടെ. നമ്മളെ മക്കളെ എല്ലാവരും പെട്ടെന്നുള്ള അപകട മരണത്തെ തൊട്ട് പടച്ചോൻ കാക്കട്ടെ. അത്രേ പറയാനുള്ളൂ. കാരണം ഞാനും നേരം വെളുത്താൽ വൈകുന്നേരം വരെ വണ്ടിയിലാണ്. ഞാനൊരു ഡ്രൈവറാണ്, വണ്ടിയാണ്. നമുക്ക് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റൂല. പക്ഷേ ഡ്രൈവർമാരെ പറയാനും പറ്റൂല, ഒന്നും പറയാൻ പറ്റില്ല. വിധി എന്താ സംഭവിച്ചതെന്നറിയില്ല. അവർ ഓവർ സ്പീഡാണോ ഏതൊന്നും അറിയില്ല. മഞ്ചേരിക്കാരാണെന്ന ഡ്രൈവർമാരും ക്ലീനർമാരും മഞ്ചേരിക്കാരാണെന്നാണ് പറയുന്ന ന്യൂസ് കേൾക്കുന്നത്. എന്താണെന്ന് സത്യാവസ്ഥ നമുക്കറിയില്ല. എന്താ സംഭവിച്ചതൊന്നും അറിയില്ല. മനഃപൂർവ്വം ഇപ്പോൾ ആരും ഒന്നും ചെയ്യൂലല്ലോ. ഏതായാലും എല്ലാവരും പടച്ചോൻ കാക്കട്ടെ. ഈ ഡ്രൈവർമാർ ലോഡൊക്കെ കൊണ്ടുപോകണ ഒരുപാട് ലോങ് പോകുമ്പം അവർ ക്ഷീണിച്ചിട്ട് ടയേർഡായിട്ടുള്ള വിഷയങ്ങളുകൊണ്ടാവും ഇങ്ങനൊരു വിഷയം വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പടച്ചോൻ കാക്കട്ടെ. അവരുടെ വിശാലാക്കി കൊടുക്കട്ടെ. പടച്ചോൻ പുറത്തു കൊടുക്കട്ടെ എല്ലാ തെറ്റുകുറ്റങ്ങളും. അസ്സലാമു അലൈക്കും. വേറൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.